ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് ഇന്ന് ചക്ക വേവിച്ചതുണ്ട് കേട്ടോ. ചക്ക വേവിച്ചത്, പിന്നെ ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടി ഇട്ട് ചാറ് വെച്ചത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല കറികളാട്ടോ ഇന്ന്. പിന്നെ രാവിലെ റാഗിയുടെ പുട്ടായിരുന്നു. പുട്ടും കടലക്കറിയായിരുന്നു. കടലക്കറി കുറച്ച് മിച്ചമുണ്ട്. പിന്നെ മീൻ കിട്ടിയിരിക്കുന്നത് പറഞ്ഞാൽ കാരലാണ്. ചക്കയുടെ കൂടെ മീൻ കറി വേണമല്ലോ, അപ്പം കാരൽ മീനാണ് കിട്ടിയത്. അത് മുളക് അരച്ച് വെച്ചു. പിന്നെ തൈര് വെച്ചൊരു ഐറ്റംസ്, ഇന്ന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഒരു പ്രത്യേകതരം കപ്പലണ്ടിയും ഉള്ളിയും എല്ലാം നമ്മുടെ ഉണക്കമുളകും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട്, പിന്നെ ഒരു സവാള വഴറ്റിയിട്ട് അതിനകത്തോട്ട് ഉപ്പും ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് സവാള ഒന്ന് വഴണ്ട് ഒത്തിരി വരണ്ടൊന്നും വേണ്ട, ഒന്ന് വാടി വന്നാൽ മതി. എന്നിട്ട് തേങ്ങയും കൂടെയൊക്കെ ചേർക്കുന്നുണ്ട്. തേങ്ങയും കൂടെ ഉണ്ട്. തേങ്ങയും കപ്പലണ്ടിയും മുളകും എല്ലാം കൂടെയാണ് നമ്മൾ, പിന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ വഴറ്റിയിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിനകത്തോട്ട് ഈ തൈര് ചേർത്ത് കൊടുത്തു, ഉപ്പും ചേർത്തിട്ട് തൈര് ചേർത്ത്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഇത് തന്നെ നമ്മൾ ചോറുണ്ണാനെ ഇതിൻ്റെ വീഡിയോ എടുത്ത് നമുക്ക് ഇടാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അപ്പുറത്തും ഒന്ന് ഉടച്ച കറിയാണ്, എല്ലാം കൂടെ മിക്സായിട്ടുള്ള ഉടച്ച കറിയാണ് എല്ലാം കൂടെ. പിന്നെ അവിടെ ചക്കക്കുരു തോരൻ. ഈ ചക്കക്കുരുവിൻ്റെ വെറൈറ്റി സാധനങ്ങളൊക്കെ ആയിരിക്കും. എപ്പോഴും ചക്കക്കുരുവാണ്, ചക്ക തീരുന്നതും വരെ. ചമ്മന്തി ഉണ്ട്, ചക്കക്കുരുവുണ്ട്. പിന്നെ മീൻ കറി തന്നിട്ടുണ്ട്. മീൻ അവർക്ക് എന്തോ എനിക്കറിയില്ല, ഒരു മീൻ കറിയും തന്നിട്ടുണ്ട് കേട്ടോ. അമ്മുക്കുട്ടിക്ക് ഇന്നും പോകണ്ടല്ലോ. അമ്മുക്കുട്ടി ഇന്ന് പഠിക്കുമായിരുന്നു. ഞങ്ങൾ ചോറുണ്ണാനായിട്ട് ഞങ്ങൾ പോയി. ചേട്ടൻ വന്നില്ല. അമ്മുക്കുട്ടി അവിടെ പഠിക്കുമായിരുന്നു. പിന്നെ പിള്ളേർ അപ്പുറത്ത് പൊന്നൂന് പരീക്ഷ ഉണ്ടായിരുന്നു. പൊന്നു പരീക്ഷയ്ക്കൊക്കെ പോയിട്ട് വന്നു. ഇന്നാണെങ്കിൽ വെയിലില്ല കേട്ടോ. ഇടയ്ക്കൊരു വെയിൽ വന്നു. ഉള്ള വെയിലിന് ചെറിയ ചൂടുണ്ടായിരുന്നു. പിന്നെ അങ്ങ് മങ്ങി നിൽക്കുക കേട്ടോ. വെയിലേ ഇല്ല, ചൂടും കുറവാണ്. മഴക്കാറ് പോലെ 2 ദിവസം കൊണ്ട് മഴക്കാറ് പോലെ ഇങ്ങനെ നിൽക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ കേട്ടോ.